ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ബിജുവേട്ടൻ ഒരു ദിവസം പറഞ്ഞു നമുക്ക് തിരുനെല്ലി പോവാന്ന്. അങ്ങനെ പെട്ടെന്ന് ദിവസം തീരുമാനിച്ചിട്ട് എടിപിടി നമ്മൾ തിരുനെല്ലി പോവാൻ കഴിഞ്ഞ് നമ്മളും പിന്നെ ബിജുവേട്ടൻ്റെ പെങ്ങളെ ഫാമിലിയും രാവിലെ 6:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ വീട്ടിൽ നിന്ന് വിട്ടിട്ടുണ്ടായിരുന്നു. ആടെ എത്തുമ്പോഴത്തേക്ക് സമയം ഒരു 9:30 ആയിട്ടുണ്ടായിന്. ആടെ എത്തിയപ്പോഴത്തേക്കും ഭയങ്കര തിരക്കേനു. ഇപ്പൊ കൊട്ടിയൂർ അമ്പലത്തിൽ ഉത്സവമായതുകൊണ്ട് ആടെ വരുന്നവരെല്ലാം തിരുനെല്ലി അമ്പലത്തിലും വന്നിട്ടുണ്ടേനു ഭൂരിഭാഗം ആളും. പിന്നെ തുമ്പിക്കും കിങ്ങണിക്കും സ്ഥലമൊന്നും പ്രശ്നമില്ലല്ലോ, എവിടെ എത്താലും അവർക്ക് കളിക്കണം. അതിലെ പ്രത്യേക സാഹചര്യത്തിൽ അവർ കണ്ടെത്തും. അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് ബലിയിടുന്നിടത്തേക്ക് പോയി. അവിടെ വീഡിയോ എടുക്കാൻ പാടില്ലെന്ന് പ്രത്യേകിച്ച് എഴുതി വെച്ചുകൊണ്ട് വീഡിയോ എടുക്കാനും നിന്നിട്ടില്ല. എനിക്ക് തിരിച്ചു വരുമ്പോഴത്തെ വീഡിയോ ആണിത്. ബലിയിട്ട് കഴിഞ്ഞ് അമ്പലത്തിൽ തൊഴുതിട്ട് വന്ന ശേഷം നമ്മൾ നേരെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് എല്ലാവർക്കും നല്ല വിശപ്പുണ്ടേനു. രാവിലെ കുറച്ച് പിട്ടെല്ലാം ചുട്ടിട്ടുണ്ടേനു. അതൊക്കെ കൊടുത്ത് പിള്ളേരുടെ വിശപ്പ് തൽക്കാലം അങ്ങ് മാറ്റി. ചെറിയ ചെറിയ പാക്കറ്റ് ഉണ്ടായതുകൊണ്ട് നമ്മളും അത് കഴിച്ച് പിടിച്ചിരിക്കണ്ടേ. എങ്ങനെയല്ലോ പിള്ളേർക്കും കൊടുത്ത് കുറച്ച് നമ്മൾ നിന്ന് നമ്മൾ പെട്ടെന്ന് തന്നെ അടുത്ത സ്ഥലം വിടാൻ നോക്കി. കാടല്ലേ, പെട്ടെന്ന് ആനയോ മറ്റോ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഓടി രക്ഷപ്പെടാൻ കൂടി പറ്റൂല. അതുകൊണ്ട് എങ്ങനെയല്ലോ കുട്ടികൾക്ക് കൊടുത്ത് നമ്മൾ അടുത്ത സ്ഥലം വിടാൻ നോക്കി. പിന്നെ നിനക്ക് യൂട്യൂബ് ചാനലിൽ ഇടാൻ വീഡിയോ വേണ്ടതെന്ന് പറഞ്ഞിട്ട് പിള്ളേർക്ക് ഫുഡ് കൊടുക്കുന്ന ടൈം സജേഷ് ചേട്ടനാണ് ഈ വീഡിയോ എല്ലാം എടുത്ത് തന്നെ. അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം പിന്നെ നമ്മൾ ഹോട്ടൽ വരുതലേനും. മനസ്സിന് പിടിച്ച ഹോട്ടൽ വേണ്ടേ ഭക്ഷണം കഴിക്കാൻ. വിശന്നിട്ടാണെങ്കിൽ വയറ്റിന്ന് പുക മണം വരുന്നുണ്ടേനും. അങ്ങനെ പരിധി പിടിച്ച് നമ്മളൊരു ഹോട്ടൽ കണ്ടുപിടിച്ച് എല്ലാവർക്കും ബിരിയാണി ഓർഡർ ചെയ്തേ. ഞാനും സജേഷ് ചേട്ടനും ബീഫ് ബിരിയാണിയും, ബാക്കി ബിജുവേട്ടനും പെങ്ങളും അമ്മയും എല്ലാം ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്ത്. അവർ ബീഫ് കഴിക്കൂല. വിശപ്പ് അതിര് കിടന്നുകൊണ്ടാവണം ഇത്രയും ഉറപ്പില്ല ബീഫ് ഞാൻ ഇതുവരെ ഇത്രയും ആസ്വദിച്ച് കഴിച്ചിട്ടില്ല. എല്ലാവരും അങ്ങനെ തന്നെ. ഭക്ഷണം തീരെ രസമില്ലേനു, പക്ഷെ എല്ലാവരും നല്ലോണം കഴിച്ച്. വേറെ വഴിയില്ലല്ലോ, വയറിൻ്റെ വിശപ്പ് മാറ്റണ്ടേ. കിങ്ങിണി എന്നാമോ നല്ല ടേസ്റ്റ് ഉണ്ടോ എന്നെല്ലാം കാണിക്കുന്നുണ്ടായിനി. ചങ്ങായി കഴിക്കുന്നുണ്ടേനു. ഇനി വീഡിയോക്ക് വേണ്ടിയിട്ട് കാണിച്ചു തന്നൊന്നും അറിയില്ല. ഭക്ഷണം മുന്നിൽ കിട്ടിയോണ്ട് എല്ലാവരും സന്തോഷം കണ്ട. വിശന്നിരിക്കുമ്പോൾ കിട്ടിയ ഭക്ഷണമല്ലേ, സന്തോഷിച്ചിട്ടില്ലെങ്കിലേ അതിശയുള്ളൂ. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡും കഴിച്ച് തിരിച്ച് വരുന്ന വഴിക്ക് ചുരം ഇറങ്ങുന്നിടത്ത് ഒരു വെള്ളച്ചാട്ടമുണ്ട്. പൊതുവെ മഴ സമയത്തെല്ലാം നല്ല വെള്ളം ഉണ്ടാകുന്ന സ്ഥലമേനു. ഇപ്പം നോക്കുമ്പോൾ ചെറിയ വെള്ളയിലു. പിന്നെ ജസ്റ്റ് കുറച്ച് ഫോട്ടോസ് എടുക്കാന്ന് വെച്ചിട്ട് നമ്മൾ അടക്കിഞ്ഞ്. നമ്മൾ മാത്രമല്ല അതിലൂടെ പോകുന്നവരെല്ലാം അടക്കിഞ്ഞിട്ട് ഫോട്ടോ എടുത്തിട്ടേ പോകുന്നു. വെള്ളത്തിലെല്ലാം ജസ്റ്റ് കാലെല്ലാം നനച്ച് ഫോട്ടോ എടുത്തിട്ട് എല്ലാവരും പോകുന്നല്ലോ. നമ്മളും അതുപോലെ തന്നെ വെള്ളത്തിൽ കിഞ്ഞ്. പിന്നെ പിള്ളേർക്ക് പിന്നെ വെള്ളം കണ്ടാൽ പറയണ്ടാലോ, അവരവിടെ നിന്ന് പുറത്തേക്ക് വരൂല. പിന്നെ അധിക സമയം ആരെ കളിക്കാൻ നിന്നിട്ടില്ല. പൊതുവെ മഴ വരുന്നുണ്ടേനും. നല്ല മഴ വരുന്നതിനിടയ്ക്ക് വീട് പിടിക്കണം എന്ന് വെച്ചിട്ട് നമ്മൾ ആടുന്ന് വിട്ട്. ഭക്ഷണം കഴിച്ചിറങ്ങിയാലും തന്നെ ഐസ്ക്രീം കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് അങ്ങോട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഐസ്ക്രീം പാർലർ പരിതലേനു. അങ്ങനെ നമ്മൾ ഐസ്ക്രീം പാർലറും പരിധി പോയി. അങ്ങനെ നമ്മൾ അതും കണ്ടുപിടിച്ച് നമ്മൾ ഐസ്ക്രീം കഴിച്ച് തീർത്തതിൻ്റെ പാക്കറ്റ് ചെയ്ത് കോൺ ഐസ്ക്രീമിൻ്റെയും സിപ്പപ്പിൻ്റെയും. അങ്ങനെ അവിടുന്ന് ഐസ്ക്രീമും കഴിച്ച് ക്ഷീണവും തീർത്ത് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് വിട്ടു.